സമകാലിക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാൾ. മാഡ്രിഡിന്റെ ലോസ് ബ്ലാങ്കോസ് കുപ്പായത്തിൽ മിന്നിക്കത്തിയ ദി ടാങ്ക് എന്ന് വിളിപ്പേരുള്ള ബ്രസീൽ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച DMF റോൾ കൈകാര്യം ചെയ്യുന്ന താരം. ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്ന സാവോ പോളോയുടെ കണ്ടെത്തലിൽ പിറന്ന അതുല്യ പ്രതിഭ. 2013 കേവലം ഒരു ലോൺ അടിസ്ഥാനത്തിൽ കാസി മാഡ്രിഡിലേക്ക് എത്തുന്നത്. പിന്നീട് അതേ വർഷം തന്നെ അയാളെ മാഡ്രിഡ് സൈൻ ചെയ്തതോടെ നീണ്ട 9 വർഷക്കാലമാണ് ആ ബ്രസീലുകാരൻ റയലിൽ തുടർന്നത്. റയൽ തീർത്ത സുവർണകാലത്തും സിദാൻ യുഗം പടർന്ന് പന്തലിച്ച കാലത്തും ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അടക്കം നേടി ചരിത്രം തീർത്ത കാലത്തും കാസിമിറോ മധ്യനിരയിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. റയൽ മുന്നേറ്റത്തിൽ BBC സഖ്യം അരങ്ങ് തീർക്കുമ്പോൾ മധ്യനിരയിൽ ക്രൂസ്, കാസിമിറോ, മോഡ്രിച്ച് നിര യൂറോപ്പിനെ ഭീതിപ്പെടുത്തിയിരുന്നു. റാമോസും പെപ്പയും വരാനയുമെല്ലാം കോട്ട കെട്ടിയ പ്രതിരോധത്തിൽ കൂടുതൽ ശക്തി പകരുന്നത് കാസിമിറോയുടെ സാന്നിധ്യം തന്നെയാണ്. പന്തുമായി കുതിക്കുന്ന എതിരാളികളെ ക്ലിയർ ടാക്കിളിലൂടെ പന്ത് റിക്കവർ ചെയ്യുന്നതാണ് കാസിയെ വേറിട്ട് നിർത്തുന്നത്. ഒരു താരമെന്ന നിലയിൽ റയലിനു കീഴിൽ സർവ്വതും നേടിയെടുത്ത കാസിമിറോ 2022 കൂടാരം മാറാൻ തീരുമാനിക്കുന്നത്. യുണൈറ്റഡ് തെരഞ്ഞെടുത്ത അയാളുടെ ട്രാൻസ്ഫർ എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഇന്നും സംശയമാണ്. റയലിൽ മികച്ചൊരു കരിയർ നയിക്കുമ്പോൾ പതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന യുണൈറ്റഡിനെ അയാൾ എന്തിനു വേണ്ടിയായിരുന്നു തെരഞ്ഞെടുത്തത്? അയാളിലൂടെ യുണൈറ്റഡിന് ഒരു മാറ്റം പോലും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞുപോയ ലിവർപൂളിനെതിരെയുള്ള പ്രീമിയർ ലീഗ് മത്സരത്തിൽ തികച്ചും നിസ്സഹായനായിരുന്നു അയാൾ. റയലിൽ തീർത്ത വീരചരിതങ്ങളൊന്നും യുണൈറ്റഡിൽ കണ്ടിരുന്നില്ല. 46-ാം മിനിറ്റിൽ ടെൻഹാഗ് അയാളെ പിൻവലിക്കാൻ നിർബന്ധിതനാകുമ്പോൾ യുണൈറ്റഡ് 2 ഗോളിന് പിറകിലാണ്. അതാ രണ്ടും അയാളുടെ മിസ്റ്റേക്കിൽ നിന്നും പിറന്നതാണെന്ന് ഓർക്കണം. ബ്രസീൽ നാഷണൽ ടീമിലെ നിറസാന്നിധ്യമായിരുന്ന കാസിമിറോക്ക് ഇന്നവിടം സ്ഥാനമില്ല. അയാളുടെ കരിയറിലെ ഏറ്റവും മോശം ദിനങ്ങളിലൂടെയാണ് ആ 32-കാരൻ കടന്നു പോകുന്നത്. ഒരു കാലത്ത് നമ്മയെല്ലാം വിസ്മയിപ്പിച്ചവൻ ഒരൊറ്റ കൂടുമാറ്റത്തോടെ തകർന്നു പോകുന്നത് കൺമുമ്പിൽ കാണുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല. യുണൈറ്റഡിലേക്ക് ചേക്കേറിയത് അയാളുടെ കരിയറിലെ ഏറ്റവും മോശം തീരുമാനമായി മുദ്ര കുത്താൻ വരട്ടെ. അയാൾ തിരിച്ചു വരും. ഒരുപക്ഷെ യുണൈറ്റഡ് കണ്ട ഏറ്റവും മികച്ച സൈനിങ്ങുകളിൽ ഒന്നായി കാസിമിറോയുടേത് മാറും. ഇന്നവർ അഭിമുഖീകരിക്കുന്ന മോശം സമയത്തിൽ നിന്നും ആ പഴയ റെഡ് ഡെവിൾസായി അവർ മാറും. ഇന്ന് അയാളെ കളിയാക്കിയവരും പരിഹസിച്ചവരും അയാൾക്കായി കൈയടിക്കുന്ന നാൾ വരും. തീർച്ചയായും കാസിമിറോ തിരിച്ചു വരും.